KSRTC ബസ് തടഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട് മേയർ ആര്യ രാജേന്ദ്രനെയും ഭർത്താവ് സച്ചിൻ ദേവ് MLA യും കുറ്റപത്രത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. നിലവിൽ ഈ കുറ്റപത്രത്തിൽ പേര് ചേർത്തിട്ടുള്ളത് ആര്യ രാജേന്ദ്രന്റെ സഹോദരൻ അരവിന്ദിന്റെ പേര് മാത്രമാണുള്ളത്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ നമ്മളോടൊപ്പം സംസാരിക്കുന്നത് ആ ബസ്സിലുണ്ടായിരുന്ന KSRTC അന്നത്തെ ബസ്സിലുണ്ടായിരുന്ന ഡ്രൈവറായിരുന്ന യദുവാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനും അന്നത്തെ നമുക്ക് കേസിന് ഒത്തിരി പൈസയായല്ലോ. അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനും ഗവൺമെന്റിനുമാണ് നമ്മൾ അന്ന് 1 ലക്ഷം രൂപ ചോദിച്ചിട്ടുള്ളത്. കൂടുതൽ വയ്ക്കാത്തുണ്ടെന്ന് നിങ്ങൾ ചോദിക്കും. കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ഈ 1 ലക്ഷത്തിൻ്റെ പകുതി ബോണ്ട് വയ്ക്കേണ്ടി വരും. അതിന് എൻ്റെ കയ്യിലില്ല. അതുകൊണ്ടാണ് 1 ലക്ഷം. അല്ലെങ്കിൽ ഞാൻ 1 കോടിയും 2 കോടിയൊക്കെ വെച്ചാണ്. പക്ഷേ എൻ്റെ കയ്യിലില്ല. നമ്മൾ സാധാരണ തൊട്ട് ഡെയിലി ഇപ്പം പോലും പ്രൈവറ്റ് ബസ് ലീവ് വേക്കൻസിയാണ് ഓടുന്നത്. KSRTC തിരിച്ചെടുത്തിട്ടില്ല. ഇത്രയും തോന്നിയാസം കാണിച്ച മേയറും MLA ഇപ്പം നല്ലവണ്ണം ജോലി ചെയ്യുന്നുണ്ട്, ജനങ്ങളെ പറ്റിക്കുന്നുമുണ്ട് നല്ല രീതിയിൽ. അപ്പം അതിനെയൊക്കെ ഒഴിച്ച് ഞാനൊന്നും ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞാൻ KSRTC ബസ് ഓടിച്ചിട്ടെന്നുള്ള ഒരു കുറ്റമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ BJP കാരനെന്ന് പറഞ്ഞ് ഞാൻ അന്ന് എല്ലാ ചാനലുകാരുടെ അടുത്തും കാണിച്ചിട്ടുണ്ട്. ഞാൻ CIT യൂണിയനിലുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു കാലങ്ങളിൽ കൊടി പിടിച്ചിട്ടുള്ളതിന് അവർ വേഷം തന്നിട്ടുണ്ട് BJP കാരെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ എനിക്ക് എന്തായാലും ഇപ്പോൾ ഒരു പാർട്ടിയില്ല. ഇപ്പോൾ ജീവിതം ഇങ്ങനെയാണ്. എന്തെന്ന് വെച്ചാൽ എൻ്റെ ജീവിതം ഇതേപോലെ പ്രൈവറ്റ് ബസ് ഓരോ തവണയും ഓടി, അല്ലെങ്കിൽ നമുക്ക് ഫിക്സഡായിട്ട് ഒരു എമൗണ്ട് ലേറ്റായിട്ടായാലും കിട്ടിക്കൊണ്ടിരുന്നതാണ്. മോൻ്റെ പഠനത്തിനായാലും ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. മേയർ ഇപ്പോൾ യഥേഷ്ടം ജോലി ചെയ്തു. ഇപ്പോൾ അവർക്ക് ശമ്പളം കിട്ടുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഈ പറയുന്നതെന്ന് വെച്ചാൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ പാവങ്ങളുടെ പാർട്ടി എന്നാണ് പറയുന്നത്. പക്ഷേ നല്ല രീതിയിലുള്ള ദ്രോഹം ചെയ്തിട്ടുണ്ട്. ഈ ഇപ്പം ആംഗ്യം പറഞ്ഞില്ലേ, അപ്പോൾ ആംഗ്യം പറയുമ്പോഴത്തേക്ക് എനിക്കും അമ്മയും കുഞ്ഞമ്മയും വല്യമ്മയും എല്ലാവരും കുടുംബം ആയിട്ട് ജനിച്ചതാണ് ഞാനും. അപ്പോൾ ഈ ആംഗ്യം സ്ത്രീകളെ കാണിച്ചെന്ന് പറഞ്ഞ് ഭയങ്കര ഇതിൽ പ്രതിഷേധവും കാര്യങ്ങളുമായിരുന്നു ഈ മേയർ ഉന്നയിച്ചത്. അപ്പം ഞാൻ ഈ ആംഗ്യം കാണിച്ചെന്ന് പറയുന്ന മേയർ ഉന്നയിച്ച കാര്യങ്ങൾ ഈ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ നമ്മളെ ഇപ്പോൾ അധിക്ഷേപിച്ചതിനും ചാനലുകളിൽ കൂടെ എല്ലാവരും എന്നെ അധിക്ഷേപിച്ച കാര്യങ്ങളുണ്ട്. ഇവൻ ആംഗ്യം കാണിക്കുന്നവനാണ്, ഇവൻ പെണ്ണുങ്ങളെ. അപ്പോൾ നമുക്ക് ഈ മാനവും നാണവും ഇല്ലാതെ സ്ത്രീയൊക്കെ മാത്രമേ ഉള്ളൂ എന്നുള്ളത്. ആവശ്യത്തിന് വേണം, എല്ലാവർക്കും വേണം, പക്ഷെ ദുരുപയോഗം ചെയ്യുകയാണ് ബാക്കിയുള്ളവരുടെ പേരിൽ. തുടക്കം മുതൽ തന്നെ കേസ് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്ത് അല്ലെങ്കിൽ പരാതി കൊടുത്ത അന്ന് രാത്രി തന്നെ ഇത് കൊടുത്ത കംപ്ലയിൻറ്റ് പുറത്ത് കേസ് എടുത്തിട്ടില്ലായിരുന്നു. പിന്നെയാണ് നമുക്ക് കോടതിയെ സമീപിച്ച് FIR എടുപ്പിക്കേണ്ടി വന്നത്. ആ സമയം നമുക്കറിയാം ഈ പറയുന്ന കേസിൻ്റെ അന്വേഷണം ഏതുവരെ പോകുമെന്നും എങ്ങനെയൊക്കെ ഈ കേസ് അട്ടിമറിക്കപ്പെടുമെന്നും അന്ന് തന്നെ പറയാം. അന്നത്തെ എൻ്റെ പഴയ ചാനലുകളിൽ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ നോക്കിയാൽ അറിയാം എന്ത് സംഭവിക്കുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ അതുപോലെ തന്നെ സംഭവിച്ചു. ഒരു 5 പേർ സഞ്ചരിച്ച കാറിനകത്ത് നടന്നൊരു ഒഫൻസിൽ ഒരു ആളെ മാത്രം പ്രതിയാക്കി ബാക്കി 4 പേരെ ഒഴിവാക്കിയിട്ടാണ് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തിരിക്കുന്നത്. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് നമ്മളിപ്പോൾ സ്വകാര്യ അന്യായം കോടതി മുഖാന്തരം ഫയൽ ചെയ്തിട്ടുണ്ട്. അത് കോടതി ഫയലിൽ സ്വീകരിച്ചു. 6 പേരാണ് ഇപ്പോൾ പ്രതി. അതിനകത്ത് 6ാം പ്രതിയായിട്ട് കാണിച്ചിരിക്കുന്നത് ബസ്സിൻ്റെ കസ്റ്റോഡിയനായ കണ്ടക്ടറാണ്. അതിന് കാരണം 10:30 ഇദ്ദേഹത്തിനെ കസ്റ്റഡിയിലെടുത്ത് കഴിയുമ്പോൾ ബസ്സിൻ്റെ കസ്റ്റോഡിയനായിട്ട് ബസ്സിലുണ്ടായിരുന്ന ആൾ കണ്ടക്ടറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മെമ്മറി കാർഡിൻ്റെ നഷ്ടം അല്ലെങ്കിൽ എവിടെ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതിന് ഉത്തരം പറയേണ്ട ബാധ്യത ഈ പറയുന്ന കണ്ടക്ടർക്കുണ്ടാവും. തമ്പാനൂർ പോലീസ് ഇതുമായി ബന്ധപ്പെട്ടൊരു കേസ് 201 IPC പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നാളിതുവരെയായിട്ടും യാതൊരു അന്വേഷണവും അതിൽ നടന്നിട്ടില്ല. അതുപോലെ തന്നെ മേയർ വാദിയായിട്ടൊരു കേസ്, പക്ഷേ ധൃതി പിടിച്ച് അവരെ സർവീസിൽ നിന്നും കുറയുന്നതിന് അല്ലെങ്കിൽ ഒഴിവാകുന്നതിന് മുമ്പ് തന്നെ അവരെയും അവരുടെ ഭർത്താവിനെയും സഹോദരിയുടെ ഭാര്യയെയും ഒഴിവാക്കിക്കൊണ്ട് ഒരു കുറ്റപത്രം ഫയൽ ചെയ്തത് ഇത് വെറും രാഷ്ട്രീയമാണ്. രാഷ്ട്രീയം ബേസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ കേസിൻ്റെ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടത്. അത് നമ്മൾ കോടതിയിൽ ചലഞ്ച് ചെയ്യുന്നുണ്ട്. KSRTC ബസ് ഓടിച്ചു എന്നൊരു കുറ്റം മാത്രമേ താൻ ചെയ്തിട്ടുള്ളൂ എന്നും, കൂടാതെ ഇപ്പോൾ കുറ്റം ചെയ്തിരിക്കുന്ന ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവും ഒക്കെ ഇപ്പോൾ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നു, പുറത്തിറങ്ങി നടക്കുന്നു. തനിക്ക് മാത്രമാണ് ഈ പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും തമ്പാനൂർ സ്റ്റേഷൻ അന്നൊരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെയും ആ കേസിൻ്റെ ഒരു അന്വേഷണം നടന്നിട്ടില്ല. നിലവിൽ ഇപ്പോൾ ഈ സച്ചിൻ ദേവ് MLA-ക്കെതിരെയും ആര്യ രാജേന്ദ്രനെതിരെയും സഹോദരൻ്റെ ഭാര്യയുടെ പേരിലുമാണ് നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.